അള്ളാഹുവിന്റെ റസൂൽ ചോദിക്കുകയാണ്, എങ്ങനെയാണ് ഹാരിസത്ത് ബിൻ നുഅ്മാൻ ഇത്ര ഉന്നതിയിലെത്തിയത്? ഹാരിസത്ത് ബിൻ നുഅ്മാൻ ഉമ്മക്ക് സേവനം ചെയ്യുന്ന ആളായിരുന്നു എന്ന് അവിടുത്തോട് അറിയിക്കപ്പെടുമ്പോൾ, കദാലികുൽ ബിർറ, അപ്രകാരമാണ് പുണ്യം ചെയ്തവർക്ക് നൽകപ്പെടുന്ന പ്രതിഫലമെന്ന് അള്ളാഹുവിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുകയാണ്. വിശുദ്ധ ഖുർആൻ പാരായണം ചെയ്യുകയും സ്വർഗ്ഗത്തിലിരിക്കാൻ മാത്രം ഉന്നതിയിലേക്ക് എത്തുകയും ചെയ്ത മഹാനായ ഹാരിസത്ത് ബിൻ നുഅ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അവസ്ഥയാണിത്. നോക്കൂ, നിങ്ങൾ ചരിത്രങ്ങളിലേക്ക് ഏറി ചെന്നാൽ മഹാനായ ഒരു സഹാബി, ഒരു അൽഖമ റളിയല്ലാഹു തആല അൻഹു, അവസാന നിമിഷങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് നേരാവിധത്തിൽ ഉച്ചരിക്കാൻ സാധിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഈ അവസാന നിമിഷങ്ങളിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറയാൻ കഴിയാത്ത അവസ്ഥയിൽ അദ്ദേഹത്തിന്റെ അരികിലിരിക്കുന്ന സഹാബികൾ പലതും പറഞ്ഞു കൊടുക്കുന്നുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ചോദിച്ചത് അദ്ദേഹത്തിന് ഉമ്മയുണ്ടോ? ഉമ്മയുണ്ട് എന്ന് പറഞ്ഞപ്പോൾ ഉമ്മ മകനെക്കുറിച്ച് പൂർണ്ണമായി തൃപ്തനാണോ എന്ന് ചോദിക്കുമ്പോൾ അത് അവർ തൃപ്തിപ്പെട്ടിട്ടില്ല മോനെക്കുറിച്ച്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉമ്മയെ വിളിപ്പിക്കുകയും മകനെ തൃപ്തനാണോ എന്ന് ചോദിക്കുമ്പോൾ തൃപ്തിയില്ല എന്ന് പറയുമ്പോൾ, നിങ്ങൾ തൃപ്തിപ്പെട്ടില്ലെങ്കിൽ നിങ്ങളുടെ മകന്റെ അവസ്ഥ. മാത്രവുമല്ല, മകനെ കുറിച്ച് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവരുടെ മനസ്സിൽ ചില മാറ്റങ്ങൾ വരുന്ന രീതിയിൽ ചില കാര്യങ്ങൾ പറഞ്ഞപ്പോൾ അവര് തൃപ്തിപ്പെടുകയും, അങ്ങനെ ആ തൃപ്തി വന്നപ്പോൾ മഹാനായ അൽഖമ റളിയല്ലാഹു അൻഹു ഷഹാദത്ത് കലിമ ഉച്ചരിച്ചുകൊണ്ട് മരണപ്പെടുന്ന നിമിഷം, അത് പറയുന്ന ഒരു ഘട്ടത്തിൽ പോലും ഉമ്മയുടെ തൃപ്തി ലഭ്യമാകാത്ത ഒരവസ്ഥയാണ് ഉണ്ടായത് എങ്കിൽ എത്രമാത്രം വിശ്വാസികളായ ആളുകൾ ഇത് ശ്രദ്ധിക്കേണ്ടതിരിക്കുന്നു. നോക്കൂ നിങ്ങൾ, വിശുദ്ധ ഖുർആൻ അതിഗൗരവരമായി പറഞ്ഞൊരു വിഷയമാണിത്. ഒന്നാമതായി വഅ്ബുദുല്ലാഹ വലാ തുശ്രികൂ ബിഹി ശൈഅ വബിൽ വാലിദൈനി ഇഹ്സാന, നിങ്ങൾ അല്ലാഹുവിൽ യാതൊന്നിനെയും പങ്കു ചേർക്കാൻ പാടില്ല. എന്നാൽ വബിൽ വാലിദൈനി ഇഹ്സാന, മാതാപിതാക്കളോട് നല്ല രീതിയിൽ സേവനം ചെയ്തുകൊണ്ട് ജീവിക്കാൻ കഴിയണം. നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ വിശുദ്ധ ഖുർആനിന്റെ ആയത്തോതിയിട്ട് തന്റെ സഹാബത്തിനെ പരിവർത്തിപ്പിക്കുകയും അവർക്ക് ഉപദേശ നിർദ്ദേശങ്ങൾ നൽകുകയും ചെയ്തപ്പോൾ അവിടുന്ന് ഒരിക്കലും ചരിത്രം പറയുകയാണ്, നിങ്ങൾക്ക് ഉവൈസ് ബിൻ ആമിറുൽ ഖർണി എന്ന ആളെ അറിയുമെങ്കിൽ അദ്ദേഹത്തിന്റെ അരികിൽ പോയിട്ട് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ ആവശ്യപ്പെടുക. അദ്ദേഹം പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ ആ പ്രാർത്ഥനയ്ക്ക് ഉത്തരമുണ്ട്. സഹാബികൾ മഹാനായ അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ഉവൈസ് ബിൻ ആമിറുൽ ഖർണിയെ ജീവിത കാലയളവുകളിൽ മുഴുവനും തെരഞ്ഞു, കണ്ടെത്താനായില്ല. മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു അവസാനം യമനിൽ നിന്ന് വരുന്ന ഓരോ സംഘടനകളുടെയും ഓരോ വിഭാഗത്തോടും ഓരോ കച്ചവട വിഭാഗത്തോടും ഒക്കെ ചോദിക്കും, നിങ്ങൾ ഉവൈസിനെ അറിയുമോ? അവസാനം അന്വേഷിച്ച് അദ്ദേഹം കർണഗോത്രത്തിൽപ്പെട്ട ഉവൈസ് ബിൻ ആമിറിനെ കണ്ടെത്തുകയാണ്. ഉവൈസിന്റെ ശരീരമാണെങ്കിൽ ആകെ വികൃതമായ ശരീരമാണ്. കുഷ്ഠരോഗം ബാധിച്ച് ശരീരം മുഴുവനും വിരൂപതയിൽ എത്തിയ ഒരു ശരീരം. എന്നാൽ അദ്ദേഹത്തിന്റെ മനസ്സിലൊരു നന്മയുണ്ടായിരുന്നു. മാതാവിന് സുഹൃതം ചെയ്ത് മാതാപിതാക്കൾക്ക് നന്മ ചെയ്തുകൊണ്ട് ജീവിച്ച ആ മഹാമനുഷ്യൻ അദ്ദേഹത്തിന്റെ അരികിലെത്തിയിട്ട്, നിങ്ങൾ എനിക്ക് വേണ്ടി പാപമോചന പ്രാർത്ഥന നടത്തണമെന്ന് മഹാനായ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു തആല അൻഹു പറയാണ്. ഏറ്റവും ഉന്നതിയുള്ള ഒരു സഹാബി ഉവൈസിനോട് പറയുന്ന കാര്യം, എനിക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം. എന്നിട്ട് ഉവൈസിനോട് പറഞ്ഞു, ഞാൻ കൂഫയിലേക്ക്, നിങ്ങൾ എവിടേക്കാണ് പോകുന്നത്? ഞാൻ കൂഫയിലേക്ക് പോവുകയാണെന്ന് ഉവൈസ് പറഞ്ഞപ്പോൾ, കൂഫയിലുള്ള ഗവർണർക്ക് ഞാനൊരു കത്തെഴുതി തരാം, ഏറ്റവും ഉന്നതമായ ജോലിയിൽ നിങ്ങൾക്ക് പ്രവേശിക്കാം. അദ്ദേഹം പറഞ്ഞു, എനിക്ക് ആഗ്രഹമില്ല. മാതാവിന് സുഹൃതം ചെയ്ത ഒരു മനുഷ്യന് ശരീരം മുഴുവനും വിരൂപവും വികൃതവും വെറുക്കപ്പെടുകയും ചെയ്യുന്ന ഒരവസ്ഥയിൽ പോലും അദ്ദേഹത്തിന്റെ അരികിലെത്തിയിട്ട് പ്രാർത്ഥിക്കാൻ വേണ്ടി ആവശ്യപ്പെടുകയും, ഏറ്റവും ഉന്നതമായ ജോലി നിങ്ങൾക്ക് ഞങ്ങൾ നേടിത്തരാം എന്ന് പറയാൻ മാത്രം അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ അംഗീകാരങ്ങളുടെ പട്ടിക നീണ്ടത് ഈ സംഗതികൾ കൊണ്ടായിരുന്നു. ഏത് സംഗതികൾ കൊണ്ട്? ഉമ്മക്ക് നന്മ ചെയ്തതുകൊണ്ട്. അതുകൊണ്ട് വിശ്വാസികളായ ആളുകൾ ഉമ്മയുടെയും ഉപ്പയുടെയും തണൽ ഒരിക്കലും നഷ്ടപ്പെടുത്തരുത്. തണല് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് അവർ നമ്മുടെ തണലിൽ ജീവിക്കേണ്ട സമയമാണ്. ഒരു നാളുകളിൽ ഉമ്മ അല്ലെങ്കിൽ ഉപ്പ എന്നത് മാതാപിതാക്കളുടെ വേദന അത് നമ്മുടെ വേദനയായി മാറണം. ഉമ്മ എന്നത് അതിന്റെ പ്രാധാന്യവും ഉമ്മയുടെ മഹത്വവും മനസ്സിലാകണമെങ്കിൽ അവര് നമ്മെ ഗർഭം ചുമന്നിരുന്ന നാളുകളെ കുറിച്ച് ചിന്തിക്കുക. ഒരുപാട് പ്രയാസങ്ങളേറിയിരുന്നു.
വലിയ വേദനയോടുകൂടി നടന്നിരുന്നു. പല ഭക്ഷണങ്ങളും കഴിക്കാൻ പറ്റാതെയും പല രാത്രികളിലും ഉറക്കമില്ലാതെയും അങ്ങനെയൊക്കെ നീണ്ട നാൾ ഗർഭം ചുമന്ന് അതിനുശേഷം പ്രസവിക്കുകയും പ്രസവത്തിന് ശേഷം 2 വർഷക്കാലം മുലയൂട്ടി സംരക്ഷിക്കുകയും തൻ്റെ മക്കളുടെ കാര്യത്തിൽ ഉമ്മമാര് പലപ്പോഴും മക്കൾക്ക് എന്തെങ്കിലും രോഗം വന്നു കഴിഞ്ഞാൽ അവർക്ക് ഉറക്കം വരില്ല. അവരെ ശുശ്രൂഷിക്കുകയും സംരക്ഷിക്കുകയും അവരെ പരിലാളിക്കുകയും അവർക്ക് എല്ലാ തരത്തിലും എന്ത് കാര്യം വേണോ ഒക്കെ ചെയ്തു കൊടുക്കുകയും നീണ്ട ഒരുപാട് കാലം ഗൾഫ് രാജ്യങ്ങളിലൊക്കെ മക്കളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി നിൽക്കുന്ന പിതാവും അങ്ങനെ രക്ഷിതാക്കളും അവരൊക്കെ ഒരുപാട് നന്മ ചെയ്ത് അങ്ങനെ വളർത്തിയെടുക്കുന്ന മക്കൾ അവര് വലിയ ഉന്നതിയിലെത്തി വലിയ വിദ്യാഭ്യാസ മേഖലയിലെത്തിയിട്ട് ഇത് തൻ്റെ ഉമ്മയാ ഉപ്പയാ എന്ന് കൂട്ടുകാരോട് പോലും പറയുന്നിടത്ത് അവർക്ക് ഇഷ്ടമില്ല. ഇതെന്റെ ഉമ്മയാ ഉപ്പയാ എന്ന് പറയുന്നത് എന്തോ ഒരു പ്രയാസം. മാത്രവുമല്ല ഉമ്മയുടെയും ഉപ്പയുടെയും അവര് തന്റെ വീടിന്റെ സിറ്റൗട്ടിലിരിക്കുമ്പോൾ തന്റെ കൂട്ടുകാരി കയറി വരുമ്പോ ഒരു മോശമല്ലേ എന്ന ചിന്താഗതി